ആരവം കേട്ടിടാറായി, കർത്തനിൻ കാഹളം ധ്വനിച്ചിടാറായി. ദൂതരിൻ ആരവം കേട്ടിടാറായി, കർത്തനിൻ കാഹളം ധ്വനിച്ചിടാറായി. നിന്നതിൽ നിത്യമാം വാസമൊരുക്കി വന്നിടും രക്ഷകൻ മേഘവാഹനേ. നിന്നതിൽ നിത്യമാം വാസമൊരുക്കി വന്നിടും രക്ഷകൻ മേഘവാഹനേ. നമ്മെ വീണ്ടതാ യേശുനായകൻ വീണ്ടും വന്നിടാൻ കാലമായല്ലോ. നമ്മെ വീണ്ടതാ യേശുനായകൻ വീണ്ടും വന്നിടാൻ കാലമായല്ലോ. അക്കരെ നാട്ടിലൻ വാസമേകിടാൻ അൻപിടും നായകൻ വന്നിടാനായി. Was and the one who is to come. ഇരുന്നവനും ഇരിക്കുന്നവനും വരുവാനുള്ളവനുമായ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും ഞാൻ ഈ സമയത്ത് പ്രത്യേകമായി ആശംസിക്കുന്നു. There is so much about Jesus' life we will never know. നാം ഒരിക്കലും അറിയാത്തതായി യേശുവിൻ്റെ ജീവിതത്തിൽ അനേക അനുഭവങ്ങളുണ്ട്. Partly we won't know it because we just will never know it until eternity. ഭാഗമായി നാം ഒരുപക്ഷെ അറിഞ്ഞേക്കാമെങ്കിലും പൂർണ്ണമായി അറിയണമെങ്കിൽ നിത്യത വരെ നാം കാത്തിരിക്കേണ്ടി വരും. But certain parts of it we don't know because we haven't asked the right questions. എന്നാൽ യേശുവിനെ സംബന്ധിച്ച് ചില വസ്തുതകൾ ചോദിക്കേണ്ട രീതിയിലുള്ള ചോദ്യങ്ങൾ ഇതുവരെയും ചോദിക്കാത്തതുകൊണ്ട് നാം അറിഞ്ഞിട്ടില്ല. Let me give you an example. ഞാനൊരു ഉദാഹരണം പറയട്ടെ. Nobody has ever really studied in depth the emotional life of Jesus. യേശു ക്രിസ്തുവിൻ്റെ വൈകാരിക ജീവിതത്തെ പറ്റി ആഴത്തിൽ പലപ്പോഴും നാം പഠിച്ചിട്ടേയില്ല. What made him sad? What made him glad? What made him mad? യേശു ക്രിസ്തുവിനെ ദുഃഖിപ്പിച്ചത് എന്ത്? യേശു ക്രിസ്തുവിനെ സന്തോഷിപ്പിച്ചത് എന്ത്? യേശു ക്രിസ്തുവിനെ പലപ്പോഴും വളരെയധികം കോപാകുലനാക്കിയത് എന്ത്? They tell us now that your success in business depends more on what they call your EQ than your IQ, your emotional intelligence more than your intellectual intelligence. ഇന്നത്തെ പഠനമനുസരിച്ച് നാം മനസ്സിലാക്കുന്നത് നമ്മുടെ ബൗദ്ധികമായ വളർച്ചയേക്കാൾ ഉപരി നമ്മുടെ വൈകാരികമായ ഒരു വളർച്ചയാണ് നമ്മുടെ ജീവിത വിജയത്തിന് കാരണമായിരിക്കുന്നത് എന്ന വസ്തുതയാണ്. So with all of this research on what does it mean to develop a mature emotional life, we've never really studied Jesus' emotional life. നമ്മുടെ വൈകാരിക ജീവിതത്തിന്റെ വളർച്ചയെപ്പറ്റി വളരെയധികം ഗവേഷണങ്ങളും പഠനങ്ങളും നടക്കുന്നുവെങ്കിലും യേശുക്രിസ്തുവിന്റെ വൈകാരിക ജീവിതത്തെപ്പറ്റി ഭാവത്തെപ്പറ്റി പലപ്പോഴും പഠിക്കുവാൻ നാം മെനക്കെട്ടിട്ടില്ല തന്നെ. For example, we know Jesus cried twice. നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ് യേശു 2 തവണ കണ്ണുനീർ വാർത്തു എന്നത്. Now what makes you cry? എന്തൊക്കെയാണ് നമ്മെ കരയിപ്പിക്കുന്ന കാര്യങ്ങൾ? What made Jesus cry, at least in these two circumstances, was a place and a person. യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ഈ 2 പ്രത്യേക സന്ദർഭങ്ങളിൽ യേശുക്രിസ്തുവിനെ കണ്ണുനീർ വാർക്കുവാൻ ഇടയായി തീർന്നത് ഒന്ന് ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ്, മറ്റൊന്ന് ഒരു സ്ഥലത്തെ സംബന്ധിച്ചാണ്. Remember, Jesus cried over a place called Jerusalem. യേശുക്രിസ്തു യെരുശലേം എന്ന ആ നഗരത്തെ ചൊല്ലി കരഞ്ഞു എന്ന് നാം അറിയുന്നു. He loved a place enough to cry over it. ആ നഗരത്തെ പറ്റി കരയുവാൻ തക്കവണ്ണം അത്രമാത്രം യേശുക്രിസ്തു സ്നേഹിച്ചിരുന്നു. Let me tighten the focus. He loved a city enough to cry over it. അല്പം കൂടെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ പറയുകയാണെങ്കിൽ യേശുക്രിസ്തു ഒരു ചെറിയ പട്ടണത്തെ കരയുവാൻ തക്കവണ്ണം അത്രമാത്രം അതിനെ സ്നേഹിച്ചിരുന്നു. Let me really tighten the focus. He loved a postal code enough to cry over it. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ യേശുക്രിസ്തു കരയുവാൻ തക്കവണ്ണം ഒരു ചെറിയ സ്ഥലത്തെ, ഒരു പിൻകോഡ് പ്രതിനിധാനം ചെയ്യുന്ന ഒരു ചെറിയ ഇടത്തെ, ഒരു ചെറിയ പ്രദേശത്തെ ചൊല്ലി വ്യാകുലപ്പെട്ടു. Does your church, do you love your postal code enough to cry over it? ഇത് നിങ്ങളുടെ സഭയാണ്. നിങ്ങൾ നിങ്ങളുടെ ഒരു ചെറിയ പ്രദേശത്തെ അതിനുവേണ്ടി കരയുവാൻ തക്കവണ്ണം നിങ്ങൾ അത്രമാത്രം അതിനെ സ്നേഹിക്കുന്നുണ്ടോ? Do you love this great nation enough to cry over it? ഈ വലിയ രാജ്യത്തെ അതിനുവേണ്ടി കരയുവാൻ തക്കവണ്ണം നിങ്ങൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കട്ടെ.
Jesus cried over a place. യേശുക്രിസ്തു ഒരു പ്രദേശത്തെ ചൊല്ലി, ഒരു സ്ഥലത്തെ ചൊല്ലി കരഞ്ഞു. But he also cried over a person. യേശുക്രിസ്തു ഒരു സ്ഥലത്തെ ചൊല്ലി മാത്രമല്ല, ഒരു വ്യക്തിയെ ചൊല്ലിയും കരഞ്ഞു. And the person's name was, you remember? ആ വ്യക്തിയെ നിങ്ങൾക്കറിയാമോ? Lazarus. ലാസർ എന്നാണ് യേശു സ്നേഹിച്ച ആ വ്യക്തിയുടെ നാമം. Our Lord and Savior had a best friend. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിനും ഒരു ആത്മസ്നേഹിതനുണ്ടായിരുന്നു. They recently did a survey in the United States of clergy, and they found out that 61% of all clergy said they had no best friend. അമേരിക്കൻ ഐക്യനാടുകളിൽ അടുത്തിടെ നടത്തിയ അവിടെയുള്ള പട്ടക്കാരുടെ ഇടയിൽ നടത്തിയ ഒരു സർവേ അനുസരിച്ച് 61% പട്ടക്കാർക്ക് അവർക്കാർക്കും വളരെ അടുപ്പമുള്ള സ്നേഹിതന്മാരില്ല എന്ന വസ്തുത വെളിവായി. Almost 2/3 of all ministers in the United States think they're better than Jesus. They don't need a best friend. ഞാൻ താമസിക്കുന്ന രാജ്യമായ അമേരിക്കൻ ഐക്യനാടുകളിൽ ഏതാണ്ട് 2/3 വൈദികർക്കും അവർ യേശുവിനേക്കാളും ഒക്കെ വലിയവരാണെന്നാണ് ഭാവം. കാരണം യേശുവിന് പോലും ഒരു ആത്മസ്നേഹിതൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്നേഹിതർ ആ പട്ടക്കാർക്ക് ആരുമില്ല. And notice one other thing about Jesus' best friend. യേശുക്രിസ്തുവിന്റെ ഈ ആത്മസഖിയുടെ പ്രത്യേകത ശ്രദ്ധിക്കുക. He was not one of the 12. ആ വ്യക്തി 12 ഒരുവനായിരുന്നില്ല. He needed a person to go to so he could get away from the 12 sometimes. ഈ 12 മധ്യത്തിൽ നിന്ന് മറ്റൊരാളുടെ അടുക്കിലേക്ക് ഒരു സ്നേഹബന്ധത്തിനായി പോകുവാൻ യേശു താല്പര്യപ്പെട്ടിരുന്നു എന്നതാണ് നമ്മെ അതിശയിപ്പിക്കുന്ന വസ്തുത. And the place and person he went away to was Lazarus, who lived in Bethany with his 2 sisters. തന്റെ 2 സഹോദരിമാരോടൊപ്പം ബഥാന്യ എന്ന ആ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ലാസറിന്റെ അടുക്കലേക്കാണ് യേശുക്രിസ്തു ചങ്ങാത്തം കൂടുവാൻ പോയത്. Now Bethany is about 2 miles from Jerusalem. യെരുശലേമിൽ നിന്ന് 2 മൈൽ ദൂരമുള്ള ഒരു ഗ്രാമമാണ് ബഥാന്യ. And that day a very short walk. അത് വളരെ ഹ്രസ്വമായ ഒരു നടപ്പിനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. So when Jesus was in Jerusalem, he could escape and just go and hang out in Bethany. യേശുക്രിസ്തു എപ്പോഴൊക്കെ യെരുശലേമിലുണ്ടോ അപ്പോഴൊക്കെയും വളരെ വേഗത്തിൽ തന്നെ ബഥാന്യയിൽ പോയി അവിടെ സമയം ചെലവഴിക്കുവാൻ, തന്റെ സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുവാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുമായിരുന്നു. In fact, I think if you read the whole life of Jesus, that Bethany is his favorite place on earth. ഈ ഭൂമിയിൽ യേശു ഏറ്റവും അധികം സ്നേഹിച്ച ഒരു ചെറിയ ഇടമുണ്ടെങ്കിൽ അത് ബഥാന്യ എന്ന് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. He loved to hang at Bethany. ബഥാന്യയിൽ വളരെ സന്തോഷത്തോടെ അവരുമായി ഒരുമിച്ച് സല്ലപിക്കുവാൻ യേശുക്രിസ്തുവിന് സന്തോഷമായിരുന്നു. To be with his best friend and Martha and Mary. തന്റെ പ്രിയ സുഹൃത്തിനോടൊപ്പവും ആ സുഹൃത്തിന്റെ 2 സഹോദരിമാരായ മാർത്തയോടും മറിയോടുമൊപ്പം സമയം ചെലവിടുവാൻ യേശു ഏറെ ആഗ്രഹിച്ചിരുന്നു. And that's the background to the story today. ഇന്നത്തെ ഈ കഥയ്ക്കുള്ള പശ്ചാത്തലം ഇതാണ്. And before we look at the story, I need to make an apology. ഈ ഒരു കഥയിലേക്ക് നാം നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോട് ഒരു ക്ഷമാപണം നടത്താനുണ്ട്. The first sermon I ever wrote, I need to apologize for. ഞാൻ ആദ്യം പ്രസംഗിച്ച ഒരു പ്രസംഗത്തെ പറ്റിയാണ് എനിക്ക് നിങ്ങളോട് ക്ഷമാപണം യാചിക്കാനുള്ളത്. It was my first semester of seminary. സെമിനാരിയിലെ എൻ്റെ 1ാമത്തെ സെമസ്റ്റർ പഠനകാലം. My first preaching class. എൻ്റെ പ്രസംഗ പരിശീലനത്തെ കളരിയുടെ 1ാമത്തെ ക്ലാസ്. And I had to pass in my sermon at Christmas time. ക്രിസ്മസ് കാലയളവിലാണ് എനിക്ക് ആദ്യമായി പ്രസംഗ പരിശീലന കളരിയിൽ ഞാൻ പ്രസംഗിക്കേണ്ടത്. And so I wrote a Christmas sermon. അതുകൊണ്ട് തന്നെ ഞാനൊരു ക്രിസ്മസുമായി ബന്ധപ്പെട്ട സന്ദേശം തയ്യാറാക്കി. And I was so full of myself and I thought witty. ഞാൻ എന്നെപ്പറ്റി എനിക്ക് നല്ല അഭിമാനമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ തരത്തിൽ തന്നെ എൻ്റെ കഴിവിൽ നിന്നുകൊണ്ട് ഒരു പ്രസംഗം തയ്യാറാക്കി. That this is the sermon that I submitted to my professor. എൻ്റെ അധ്യാപകന് ഞാൻ സമർപ്പിച്ച എൻ്റെ ആദ്യത്തെ പ്രധാന പ്രസംഗം ഇതായിരുന്നു. And before you hear it, I apologize. ഞാൻ ആ പ്രസംഗത്തെ പറ്റി നിങ്ങളോട് പറയുന്നതിന് മുൻപ് തന്നെ ഞാൻ നിങ്ങളോട് ഇപ്പോൾ ക്ഷമ ചോദിക്കുകയാണ്. I titled it, Will it be a Martha or a Merry Christmas? ആ പ്രസംഗത്തിന്റെ തലക്കെട്ട് ഇപ്രകാരമായിരുന്നു: ഇത് ഈ ക്രിസ്മസ് മാർത്തയുടെ ക്രിസ്മസ് ആയിരിക്കുമോ അതോ അത് ഒരു മറിയയുടെ ക്രിസ്മസ് ആയിരിക്കുമോ എന്ന്. And I spent the whole sermon maligning, making fun of, putting down Martha.
ഞാൻ ആ പ്രസംഗത്തിൽ ഉടനീളം എൻ്റെ പ്രവർത്തനം മാർത്തയുടെ പ്രവൃത്തിയെ വളരെയധികം താറടിച്ച് കാണിക്കുവാനും തരം താഴ്ത്തുവാനുമായിരുന്നു. I spent the whole sermon lifting up Mary and putting down Martha. ആ പ്രസംഗത്തിൽ ഉടനീളം ഞാൻ മറിയെ അധികമായി പ്രകീർത്തിച്ചു. അത് മാർത്തയെ അതേസമയം വളരെയധികം മാർത്തയുടെ വില നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ആ പ്രവൃത്തി ഞാൻ ചെയ്തത്. And I am so ashamed of myself. ഇന്ന് ഞാൻ എന്നെപ്പറ്റി എനിക്ക് വളരെയധികം ലജ്ജയുണ്ട് ഇക്കാര്യത്തിൽ. Because that is not the story in the Bible. എന്തുകൊണ്ടെന്നാൽ ദൈവവചനത്തിൽ നാം വായിക്കുന്ന കഥ അതേ അല്ല. I had totally misread the story. ആ ഒരു കഥ ഞാൻ പൂർണ്ണമായി തെറ്റിദ്ധരിച്ചാണ് മനസ്സിലാക്കിയത്. And a lot of us have misread the story too. നാമിൽ അനേകരും ഈ ഒരു കഥയും അതേപോലെ തന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത. There's another reason Jesus likes to hang at Bethany. ബഥാന്യയിൽ ഈ ഭവനത്തിൽ യേശുക്രിസ്തു സഖിത്വം ആഗ്രഹിച്ചത് അതിന് മറ്റൊരു കാരണവും കൂടെയുണ്ട്. Jesus loves Martha's cooking. യേശുക്രിസ്തുവിന് മാർത്തയുടെ പാചകം ഏറെ ഇഷ്ടമായിരുന്നു. Reread the whole story. ഈ ഒരു കഥ മുഴുവൻ നമുക്ക് വ്യത്യസ്തമായി ഒന്ന് വായിക്കാൻ ശ്രമിക്കാം. The best definition of the gospel I have ever heard is this: Jesus ate good food with bad people. സുവിശേഷങ്ങളെ പറ്റി ഞാൻ കേട്ട ഏറ്റവും മനോഹരമായ നിർവചനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ ലോകത്തിൽ മോശമായ മനുഷ്യരോട് ചേർന്ന് നല്ല ഭക്ഷണം കഴിക്കുന്ന യേശു എന്നതാണ്. If you're reading the gospel and you're not getting hungry, you're not reading it right. പുതിയ നിയമത്തിലെ സുവിശേഷ ഭാഗങ്ങൾ നാം വായിക്കുകയും നമുക്ക് ഭക്ഷണം കഴിക്കാനായി ഒരു താല്പര്യം നമ്മളുടെ ഉള്ളിൽ ജനിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ഒരുപക്ഷേ നമ്മുടെ വായന അത്ര ശരിയല്ല എന്ന് ഞാൻ പറയുകയാണ്. Almost every time you meet Jesus, he's eating. യേശുക്രിസ്തുവിനെ നാം എവിടെയൊക്കെ കണ്ടുമുട്ടുന്നോ അവിടെയൊക്കെയും കർത്താവ് ഒരു ഭക്ഷണമേശയിലാണ്. What's his first miracle? യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതം എന്ന് പറയുന്നത് എന്താണ്? Where does it take place? എവിടെയാണ് അത് സംഭവിച്ചത്? At a wedding feast. ഒരു വലിയ ഒരു വിവാഹത്തിന്റെ വിപുലമായ സൽക്കാരമധ്യേയാണ് അത് സംഭവിച്ചത്. Cana of Galilee, it's a big festival feast. ഖനാവിൽ ഇതാ വളരെ വിപുലമായ സജ്ജീകരണങ്ങളോടുകൂടെയുള്ള ഒരു ബൃഹത്തായ വിവാഹ സദ്യ. That's how he begins his ministry. അങ്ങനെയാണ് യേശുക്രിസ്തു തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. How does he end his ministry just before he goes out to the cross? യേശുക്രിസ്തു കുരിശിലേക്ക് നടന്നു നീങ്ങുന്നതിന് തൊട്ട് മുൻപ് ഏത് പ്രവൃത്തിയാണ് ചെയ്തത്? He gathers his disciple for a meal. തന്റെ ശിഷ്യന്മാരെല്ലാം ഒന്നിച്ചുകൂട്ടി അവർ ഒരുമിച്ച് ഒരു അത്താഴം കഴിക്കുന്നു. And it says when the supper was over, he then took bread and blessed it. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത്താഴത്തിന് ശേഷം കർത്താവ് അപ്പമെടുത്തു വാഴ്ത്തി എന്നതാണ്. And in between those two events, Jesus is always at table, almost all the time. He's at table. ഈ രണ്ട് ഭക്ഷണമേശയുടെ ഒരു വശത്തെ വിവാഹ സദ്യയുടെയും പിന്നീട് പന്തിരുവരോട് ചേർന്നുള്ള അന്ത്യ അത്താഴത്തിന്റെയും മധ്യത്തിൽ എല്ലായ്പ്പോഴും യേശുക്രിസ്തു ഭക്ഷണവുമായുള്ള ബന്ധത്തിൽ നിരന്തരം നാം കർത്താവിനെ കാണുന്നു. Sometimes he's in boats, sometimes he's on hills, but most of the time he's teaching at a table. പലപ്പോഴൊക്കെ യേശുക്രിസ്തു പടകിൽ സഞ്ചരിക്കുകയാണ്, ചില സമയത്ത് മലമുകളിലാണ്, ചിലപ്പോഴൊക്കെ പഠിപ്പിക്കുകയാണ്. പക്ഷേ ഈ കർത്താവിന്റെ ഉപദേശം ഒക്കെയും നടക്കുന്നത് ഒരുമിച്ചുള്ള ഭക്ഷണമേശയിലാണ് എന്ന വസ്തുത നമുക്കേറെ ആശ്ചര്യകരമാണ്. In fact, one of the accusations against him is his table manners, the people that he ate with. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുണ്ടായ ആരോപണ ശരങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എങ്ങനെയുള്ള ഏത് തരത്തിലുള്ള ആളുകളോട് ചേർന്നാണ് യേശുക്രിസ്തു ഭക്ഷണം കഴിച്ചത് എന്നതിനെ ചൊല്ലിയായിരുന്നു. He even invites himself over to somebody's house. പലപ്പോഴും ചിലരുടെയൊക്കെ ഭവനങ്ങളിലേക്ക് യേശുക്രിസ്തു സ്വയം അവരുടെ ക്ഷണം സ്വീകരിച്ച് അവിടേക്ക് പോവുകയാണ്, അവരെ കൊണ്ട് തന്നെ ക്ഷണിപ്പിച്ച് അവിടേക്ക് പോവുകയാണ്. Zacchaeus, I'm going to your house for dinner today. You're inviting me home. സഖായിയോട് യേശുക്രിസ്തു പറയാണ്, സഖായിയെ ഞാൻ നിന്റെ വീട്ടിൽ വരേണ്ടതാണ്, എനിക്ക് നിന്നോടൊപ്പം അത്താഴം കഴിക്കുവാൻ താല്പര്യമുണ്ട്, നീ എന്നെ ക്ഷണിക്കുക, ഞാൻ അവിടേക്ക് വരികയാണ്. Now Jesus fasted, sure. നിശ്ചയമായും യേശുക്രിസ്തു ചിലപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കാതെ ഉപവസിച്ചിട്ടുണ്ട്. And he warned people not to follow him for the loaves and fishes, not to follow him for the food. യേശുക്രിസ്തു മറ്റുള്ളവരോട് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ഭക്ഷണത്തിനു വേണ്ടിയല്ല, ഈ അപ്പത്തിനു വേണ്ടിയും മത്സ്യത്തിനു വേണ്ടിയും അല്ല തന്നെ അനുഗമിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. But John was known for fasting, Jesus was known for feasting. എന്നാൽ നാം പൊതുവായി ശ്രദ്ധിക്കുകയാണെങ്കിൽ
യോഹന്നാൻ സ്നാപകൻ എല്ലായ്പ്പോഴും ഭക്ഷണരാഹിത്യവും അതേസമയം യേശുക്രിസ്തു ഭക്ഷണത്തോടുള്ള വലിയ ഒരു ഉത്സാഹവും ഒരു വലിയ ആഹ്ലാദവും തങ്ങളുടെ ജീവിതത്തിലൂടെ പ്രകടിപ്പിക്കുന്നത് നാം കാണുന്നു. That's the bad rap on him. He's always feasting. He's always eating. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള പ്രധാന പ്രശ്നവും ആരോപണവും ഇത് തന്നെയായിരുന്നു. അവൻ തീനിയും കുടിയനുമായ മനുഷ്യൻ, എല്ലായ്പ്പോഴും ഭക്ഷണമേശയിൽ അവനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് തന്നെ. So, whenever you encounter Jesus in the Gospels, you're likely to find food. യേശുക്രിസ്തുവിനെ സുവിശേഷങ്ങൾ നാം കണ്ടെത്തുമ്പോൾ മിക്കപ്പോഴും ഒരു ഭക്ഷണവുമായുള്ള ബന്ധത്തിൽ യേശുവിനെ കാണുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം. So you know he loves Bethany because of Martha's cooking. അതുകൊണ്ട് തന്നെ മാർത്തയുടെ അതിമനോഹരമായ രുചികരമായ പാചകം കൊണ്ടായിരിക്കാം അതിലൊരു പ്രധാന കാര്യമായി യേശു ബഥാന്യയെ സ്നേഹിച്ചത്. It's not Mary's cooking. അത് മറിയയുടെ പാചകമല്ലായിരിക്കാം. It's Martha's cooking. അത് നിശ്ചയമായും മാർത്തയുടെ ഭക്ഷണ ശുശ്രൂഷ തന്നെയാണ്. In fact, one of the questions I'm going to ask God when I get to heaven is going to be, Jesus, tell me what was your favorite Martha dish and can I have a little bit of it? ഞാൻ സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ കർത്താവിനോട് ചോദിക്കാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, കർത്താവേ, മാർത്തയുടെ ഏത് ഭക്ഷണമാണ് നിനക്ക് ഇത്രമാത്രം ഇഷ്ടപ്പെട്ടത്? എനിക്കൂടെ അല്പം അത് ഭക്ഷിക്കുവാൻ സാധിക്കുമോ? So we need to read this story again and realize what's going on. നമുക്ക് ഈ കഥ വീണ്ടും ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കാം. യഥാർത്ഥത്തിൽ ഈ ഒരു കഥയിൽ എന്താണ് സംഭവിക്കുന്നത്? Jesus is not condemning Martha, he's correcting her. യേശുക്രിസ്തു മാർത്തയുടെ പ്രവൃത്തിയെ, മാർത്തയെ തന്നെ തള്ളിക്കളയുകയല്ല, എന്നാൽ യേശുക്രിസ്തു മാർത്തയെ ഒന്ന് തിരുത്തുകയാണ് ഇവിടെ. The text says that Martha was stressed out, she was anxious. ഈ വേദഭാഗം പറയുന്നത് മാർത്ത വളരെയധികം വിചാരപ്പെട്ടിരുന്നു എന്നതാണ്. വളരെയധികമായി മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നു. I got to feed Jesus. എനിക്ക് യേശുവിന് ആവശ്യമായ ഭക്ഷണം കൊടുക്കണം എന്നതിനെ പറ്റി മാർത്ത വളരെയധികം വിചാരപ്പെട്ടിരുന്നു. And so she's all anxious and stressed out about having to feed Jesus. വളരെയധികം ആകുല ചിന്തയോടെയാണ് യേശുവിനെ മാർത്ത സ്വീകരിക്കുകയും യേശുവിനെ സൽക്കരിക്കുകയും ചെയ്യുന്നത്. And she looks at Jesus and says, look at, how come Mary doesn't have to work as hard as I'm working? Why can't you call her and tell her to help me? മാർത്ത യേശുവിനോട് പറയുകയാണ്, എന്തുകൊണ്ടാണ് കർത്താവേ മറിയ ഒരു ജോലിയും ചെയ്യാതെ നിന്റെ വാക്കുകൾ കേട്ടിരിക്കുന്നത്? ഞാനാണെങ്കിൽ നിന്നെ ഒന്ന് പോഷിപ്പിക്കുവാൻ വേണ്ടി, സൽക്കരിക്കുവാൻ നീ എത്രമാത്രം കഷ്ടപ്പാടാണ് അനുഭവിക്കുന്നത്. In other words, if I got to feed you, Mary should have to feed you too. അങ്ങനെയെങ്കിൽ മറിയയോടൊപ്പം എനിക്കും നിന്റെ ശബ്ദം കേൾക്കാനിരിക്കണം. മറിയയും ഇവിടെ വന്ന് എന്നോടൊപ്പം അധ്വാനിക്കണം. And Jesus goes, whoa. യേശു പറയുകയാണ്, മാർത്തയെ, Martha, I thought you enjoyed feeding me. മാർത്തയെ, ഞാൻ വിചാരിച്ചത് എന്നെ സൽക്കരിക്കുന്നതിലും ശുശ്രൂഷിക്കുന്നതിലും നിനക്ക് ആനന്ദവും സന്തോഷവും ഉണ്ടെന്നാണല്ലോ. Martha, I thought it brought you pleasure to feed me. നിനക്ക് എന്നെ ശുശ്രൂഷിക്കുന്നതിൽ അനന്തമായ ഒരു ആഹ്ലാദമുണ്ട് എന്ന് ഞാൻ ധരിച്ചിരുന്നല്ലോ. I thought it was your joy to feed me. നിനക്ക് എന്നെ സൽക്കരിക്കുന്നതിൽ നീ ആനന്ദം കണ്ടെത്തി എന്നാണല്ലോ ഞാൻ വിചാരിച്ചിരുന്നത്. It's been my joy to eat your food. എനിക്ക് നിന്റെ ഭക്ഷണം ലഭിക്കുന്നത് ഏറെ സന്തോഷമാണ്. But Martha, if your feeding me becomes a duty, it becomes an obligation. എന്നാൽ മാർത്തയെ, എന്നെ സൽക്കരിക്കുന്നത് നിന്നെ സംബന്ധിച്ച് വലിയ പ്രയാസമേറിയ ഉത്തരവാദിത്വവും നിന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു വലിയ ജോലിയുമാണെങ്കിൽ, മാർത്തയെ, I'd rather fast. ഞാൻ വേണമെങ്കിൽ ഭക്ഷണമില്ലാതെ ഞാൻ ഉപവസിച്ചു കൊള്ളാം. Learn from your sister. നിന്റെ സഹോദരിയിൽ നിന്ന് നീ കാര്യം പഠിക്കുക. She's just enjoying my presence. എൻ്റെ ഈ ഭവനത്തിലെ സാന്നിധ്യം നിന്റെ സഹോദരി എത്രയധികം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. In the way that Martha enjoys my presence and I enjoy hers, look at her. നീ മറിയെ ശ്രദ്ധിക്കുക. എൻ്റെ സാന്നിധ്യം അവളെ എത്ര സന്തോഷഭരിതയാക്കുന്നു. I thought the way you enjoyed my presence was to cook for me and to bring me this joy of your gift of food. എൻ്റെ ധാരണ, നീ എനിക്ക് വേണ്ടി ഇത്രമാത്രം ഭക്ഷണം തയ്യാറാക്കുമ്പോൾ നീ അതിലൊക്കെ ഒരു ആനന്ദം കണ്ടെത്തുന്നു, എന്നെ ശുശ്രൂഷിക്കുന്നതിൽ നീ ഏറെ സന്തോഷവതിയാണെന്നാണല്ലോ ഞാൻ ധരിച്ചിരുന്നത്. When you're cooking for me becomes a burden and an obligation, Martha, don't cook for me. മാർത്തയെ, എന്നെ ശുശ്രൂഷിക്കുന്നത് നിനക്ക് വലിയൊരു ഭാരമെങ്കിൽ നീ ഒരിക്കലും അതിന് മുതിരരുത്. You see, Martha, you're more important to me than your food. മാർത്തയെ, നീയാണ് എനിക്ക് ഏറെ പ്രധാനം നിന്റെ ഭക്ഷണത്തെക്കാളൊക്കെ ഉപരി.
See, for Jesus, the servant is more important than the service. യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ശുശ്രൂഷയേക്കാൾ ഉപരി അതിപ്രധാനമായുള്ളത് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്. God created you for God's pleasure. ദൈവത്തിന്റെ സന്തോഷത്തിനു വേണ്ടിയും ഏറെ ആഹ്ലാദത്തിനു വേണ്ടിയുമാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. And Jesus wants nothing more than the pleasure of your presence. നമ്മുടെ സാന്നിധ്യത്തിന്റെ ദൈവത്തോടുള്ള കൂട്ടായ്മയുടെ സന്തോഷത്തിലുപരിയായി ദൈവത്തിന് നമ്മിൽ നിന്ന് യാതൊന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല. And Martha wasn't present to Jesus anymore because she was so stressed out. മാർത്തയുടെ മാനസിക സമ്മർദ്ദം കൊണ്ട്, യേശുവിനെ ശുശ്രൂഷിക്കുന്നതിന്റെ സമ്മർദ്ദം കൊണ്ട് ഇതാ യേശുവിന് മാർത്തയുടെ സാന്നിധ്യം നൽകുവാൻ, സഖിത്വം നൽകുവാൻ മാർത്തയ്ക്ക് കഴിയാതെ പോകുന്നു. For Jesus, it's all about the relationship. യേശുവിനെ സംബന്ധിച്ച് നമ്മുടെ ബന്ധങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. You see, God created us out of God's pleasure. ദൈവത്തിന്റെ അതിയായ ഉദാത്തമായ ആനന്ദത്തിൽ നിന്നാണ് ദൈവം നമ്മെ മെനഞ്ഞുണ്ടാക്കിയത്. You don't work to receive God's pleasure, you work out of God's pleasure. Your very creation is an act of God's pleasure. ദൈവത്തിന്റെ ഒരു വലിയ ആനന്ദത്തിന്റെ പ്രകടനം തന്നെയാണ് നമ്മുടെ സൃഷ്ടി. ആ വലിയ ആഹ്ലാദത്തിൽ നിന്ന്, ദൈവികത്തിന്റെ ദൈവ സന്തോഷത്തിൽ നിന്നാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. God wants us to experience together that pleasure of the presence of Christ. യേശുക്രിസ്തുവിന്റെ നമ്മോട് കൂടെയുള്ള സാന്നിധ്യത്തെ തിരിച്ചറിയുകയും ആ സാന്നിധ്യത്തിന്റെ സന്തോഷത്തെ ഒരുമിച്ച് അതിൽ പങ്കുചേരുകയും ചെയ്യുവാൻ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. You remember what Jesus heard at his baptism. യേശുക്രിസ്തുവിന്റെ സ്നാനസമയത്ത് കർത്താവ് അവിടെ കേട്ട ആ ശബ്ദം, അരുളപ്പാട് എന്ത് എന്ന് നമുക്കറിയാം. When he comes out of the water, കർത്താവ് യോർദാൻ നദിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ the heavens open up, ഇതാ സ്വർഗം തുറക്കുന്നു, the dove of the Spirit descends, ആത്മാവ് പ്രാവ് പോലെ ഇറങ്ങി വരുന്നു. and Jesus hears these words. യേശുക്രിസ്തു ഈ വാക്കുകളാണ് കേൾക്കുന്നത്. You are my beloved Son, who brings me great pleasure. എനിക്കേറെ സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ ഞാൻ ഏറെ പ്രസാദിക്കുന്ന എൻ്റെ പ്രിയപുത്രൻ ഇവൻ തന്നെ. God wants every one of us to hear those words. നാം ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് അങ്ങനെയുള്ള വാക്കുകൾ, ആ ശബ്ദം കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. You are my beloved daughter who brings me great pleasure. എനിക്ക് ഏറെ സന്തോഷം നൽകുന്ന, എൻ്റെ ജീവിതത്തിന് ആഹ്ലാദം നൽകുന്ന എൻ്റെ പ്രിയ പുത്രിയാണ് നീ എന്നുള്ള ദൈവത്തിൻ്റെ സ്നേഹമേറിയ, മാധുര്യമേറിയ ആ ശബ്ദം. You are my beloved Son who brings me great pleasure. എൻ്റെ ജീവിതത്തിൽ എനിക്കേറെ സന്തോഷം നൽകുന്ന, ആനന്ദം നൽകുന്ന എൻ്റെ പ്രിയപുത്രൻ എന്നുള്ള ദൈവത്തിൻ്റെ ശബ്ദം. We were created to enjoy God and glorify God forever. ദൈവത്തിൽ സന്തോഷിക്കുവാനും ദൈവത്തെ നിരന്തരമായി മഹത്വപ്പെടുത്തുവാനും വേണ്ടിയാണ് നമ്മെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. But there is another side to this story. എന്നാൽ ഈ ഒരു കഥയ്ക്ക് മറ്റൊരു വശവും കൂടെയുണ്ട്. Because if you go to the book of Hebrews, chapter 10, എബ്രായ ലേഖനം 10-ാം അധ്യായം നാം ശ്രദ്ധിക്കുന്നുവെങ്കിൽ there's a warning. ഒരു മുന്നറിയിപ്പ് ആ ഭാഗത്ത് നൽകുന്നു. And it starts at verse 32, where it talks about what happens if you lose that confidence and you lose that faith and you lose that relationship with Christ. കർത്താവിൽ നമുക്കുള്ള നമ്മുടെ ആ വലിയ ഉറപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും എന്നതിനെ പറ്റിയാണ് ഇവിടെ മുന്നറിയിപ്പ് ലഭിക്കുന്നത്. Look at verse 35. 35-ാമത്തെ വാക്യം, എബ്രായ ലേഖനം 10-ാം അധ്യായം 35-ാമത്തെ വാക്യം. Do not throw away your confidence, which will be greatly rewarded. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. You need patience, നിങ്ങൾക്ക് ദീർഘക്ഷമ ആവശ്യമാണ്. and you will receive the promise. നിങ്ങൾക്ക് അങ്ങനെയെങ്കിൽ സഹിഷ്ണുത ഉണ്ടെങ്കിൽ ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. And then verse 38, you need faith. 38-ാമത്തെ വാക്യത്തിൽ നമുക്ക് വിശ്വാസത്തിന്റെ ആവശ്യകതയെ പറ്റി പറയുന്നു. But if you lose your faith and your confidence and you stop living out of the promises, ഈ കർത്താവിലുള്ള ഉറപ്പും വിശ്വാസവും നമുക്ക് നഷ്ടപ്പെടുന്നുവെങ്കിൽ this is what we will hear. നാം ദൈവത്തിൽ നിന്ന് ഒരുപക്ഷെ കേൾക്കുന്നത് ഈ വാക്കുകളായിരിക്കാം. Depart from me, I take no pleasure in you. നിങ്ങൾ എന്നിൽ നിന്ന് മാറിപ്പോകുക, നിങ്ങളിൽ ഞാൻ അശേഷം സന്തോഷം കണ്ടെത്തുന്നില്ല, സന്തോഷിക്കുന്നില്ല.
So one day we will stand before God and hear one of two things. ഒരു നാൾ ദൈവത്തിന്റെ മുൻപിൽ നിന്ന് ഈ രണ്ട് വാക്കുകളിൽ ഏതെങ്കിലും ഒരു വാക്ക് നാം ശ്രദ്ധിച്ചേ മതിയാകൂ. Sisters, brothers, സഹോദരിമാരെ, സഹോദരന്മാരെ, we've been on a journey together. നാം ഒരുമിച്ച് ഈ യാത്ര ആരംഭിച്ചു. We've had these experiences together, you and I. നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയുടെ ഈ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ സാധിച്ചു. I've tracked your life, I've tracked your ministry. ഈ ഒരു ജീവിതത്തിന്റെ ശുശ്രൂഷയുടെ അനുഭവങ്ങളിലൂടെ നാം കടന്നുപോയി. I've watched how your faith has grown. നിങ്ങളുടെ വിശ്വാസം എങ്ങനെയാണ് വർദ്ധിച്ചു വന്നത് എന്ന് ഞാൻ ശ്രദ്ധിച്ചു. You are my beloved son, you are my beloved daughter. നീ എൻ്റെ പ്രിയപുത്രൻ, നീ എൻ്റെ പ്രിയപുത്രി. I take great pleasure in you. നിന്റെ ജീവിതത്തിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. Or there's Hebrews 10. അല്ലാത്തപക്ഷം എബ്രായ ലേഖനം 10-ാം വാക്യത്തിലെ അവസ്ഥ. And Hebrews 10 is what happened. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ അവിടെയുള്ള സന്ദർഭം ഏതാണ്? You lost your faith. നിന്റെ വിശ്വാസം നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. You lost your confidence. നിന്റെ കർത്താവിലുള്ള ഉറപ്പ് നിനക്ക് നഷ്ടമായിരിക്കുന്നു. You lost your trust in my promises. ദൈവിക വാഗ്ദത്തത്തിനുള്ള നിങ്ങളുടെ വിശ്വാസവും ഉറപ്പും നിങ്ങൾക്ക് പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. Depart from me. എന്നിൽ നിന്ന് വിട്ടുപോകുക. I take no pleasure in you. നിങ്ങളിൽ ഞാൻ അശേഷം പോലും സന്തോഷിക്കുന്നില്ല. We were made to experience God's pleasure. ദൈവത്തിന്റെ സന്തോഷവും ആനന്ദവും അനുഭവിക്കുവാൻ, അതിൽ പങ്കുചേരുവാനാണ് നാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. Receive the joy of God's pleasure. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ സന്തോഷവും ആനന്ദവും സ്വീകരിക്കുവാനും അത് അനുഭവിക്കുവാനും വേണ്ടിയാണ് നമ്മെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. So whether you're a Martha or a Mary this morning, നിങ്ങൾ ഈ മധ്യാഹ്നത്തിൽ ഒരു മാർത്തയോ ഒരു മറിയോ ആണെങ്കിലും, Mary adored and revered Jesus through ministering to his spirit and his mind. യേശുക്രിസ്തുവിന് ശുശ്രൂഷ ചെയ്യുകയും യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്തിലായിരിക്കുകയും ചെയ്യുന്നതിലൂടെ മറിയ കർത്താവിന് സന്തോഷവും ആനന്ദവും പകരുകയുണ്ടായി. Martha revered and adored Jesus through ministering to his body. മാർത്തയെ സംബന്ധിച്ച് യേശുക്രിസ്തുവിന്റെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം പാകം ചെയ്യുന്നതിലൂടെ കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിലൂടെ മാർത്ത ഈ കർത്താവിനെ ആദരിച്ചു, ബഹുമാനിച്ചു. The church needs Marthas and Marys. സഭയ്ക്ക് ഇന്ന് മാർത്തയെയും ആവശ്യമുണ്ട്, മറിയയും ആവശ്യമുണ്ട്. But most of all, എന്നാൽ അതിലുമുപരി Jesus wants the pleasure of your presence. യേശുക്രിസ്തുവിന് നിങ്ങളുടെ സാന്നിധ്യത്തിന്റെ ആഹ്ലാദവും സന്തോഷവും സഖിത്വവുമാണ് ഏറെ താല്പര്യം. Jesus wants a daily relationship with you. നമ്മോട് കർത്താവിന് ദിനംപ്രതിയുള്ള ഒരു ആഴമേറിയ ബന്ധം താല്പര്യമാണ്. And this is what brings God's joy. ഇതാണ് ദൈവത്തിന് നമ്മിലുള്ള യഥാർത്ഥ സന്തോഷം ലഭ്യമാക്കി തീർക്കുന്നത്. The earliest benediction in the Bibles is called the Aaronic benediction. It comes right out of Numbers. വേദപുസ്തകത്തിലെ ആദ്യത്തെ ഒരു ആശീർവാദം അഹരോന്യ ആശീർവാദമാണ്. And it goes like this: May the Lord bless you and keep you. യഹോവ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ കാക്കുമാറാകട്ടെ. May the Lord lift up his face upon you and be gracious unto you. യഹോവ തന്റെ മുഖം നിന്റെ മേൽ പ്രകാശിക്കട്ടെ. യഹോവ നിന്റെ മേൽ കൃപ അരുളുമാറാകട്ടെ. And here is the best translation of that last line. ആ അവസാന വാചകത്തിന്റെ ഏറ്റവും മനോഹരമായ തർജ്ജമ ഇപ്രകാരമാണ്: And may God's face radiate with joy because of you. നിന്റെ ജീവിതം കൊണ്ട് ദൈവമുഖം സന്തോഷത്താൽ പ്രകാശിക്കുമാറാകട്ടെ. Because of the relationship you have with him. ദൈവത്തോടുള്ള നിന്റെ ബന്ധത്തിൽ ആ ഒരു വലിയ ആനന്ദം ജനിക്കുമാറാകട്ടെ. ചോദിച്ചതിലും ഞാൻ നനച്ചതിലും എത്ര അതിശയമായി നടത്തി എന്റെ